മുത്തശ്ശനോട് തന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചതാ. പക്ഷേ സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ഒരു മാർഗമേ ഉള്ളൂ. നീയാണല്ലോ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. പറയ് പാർവതി, അദ്ദേഹം ആരാ? ഇനി നീ ഒഴിഞ്ഞു മാറരുത്. അദ്ദേഹം ആരാണെന്നറിയാതെ എനിക്കൊരു സമാധാനവും ഇല്ല. ആരാ മുത്തശ്ശൻ? നീ അത് പറയേ. അത് ദേ, ഗുരുവായൂരപ്പനാണ് സത്യം. നീ പറയുന്ന കാര്യങ്ങൾ ജന്മം പോയാലും ഞാൻ ആരോടും പറയില്ല. ആരായാള്? അത് ശേഖരമേനോ. ശേഖരമേനോനോ? അതെ, ശേഖരമേനോ. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവ് ശേഖരമേനോ. പാർവതി, നീ എന്തൊക്കെയാ പറയുന്നേ? എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാൻ ഗാർഗി. നീ മനസ്സിലാക്കിയ പോലെ തന്നെ അദ്ദേഹം വെറൊരു പാവ മനുഷ്യനാണ്. ആ പാവത്തിനെ ദൈവമേ കൊന്നെന്ന കള്ളക്കേസ് ചുമത്തി പ്രഭാവതി അമ്മ ജയിലിലിടുകയായിരുന്നു. പാർവതി, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ സത്യങ്ങളാ ഗാർഗി. അദ്ദേഹം എല്ലാം എന്നോട് തുറന്നു പറഞ്ഞതാ. ഇതാണ് യാഥാർത്ഥ്യം. നീ പറയുന്നത് കേട്ടിട്ട് തല മരവിക്കുന്നു. ഇത്രയ്ക്ക് ക്രിമിനൽ ചിന്താഗതി ഉള്ളവരാണോ? വിശാൽ സർ, അല്ല ഇതാരാ? മഹാലക്ഷ്മി. വരണം വരണം. കളിയാക്കണ്ട വിശാൽ സർ. ഞാനേ കളിയാക്കിയതൊന്നുമല്ല പാർവതി. ശരിക്കും നീ ഈ വീട്ടിലെ മഹാലക്ഷ്മി തന്നെയാ. നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടി
അക്ഷയതൃതീയ പൂജ ഓർമ്മിച്ച് നടത്തിയ നീ മഹാലക്ഷ്മി അല്ലാതെ വേറെ ആരാ? പൂജ ഗംഭീരമായിരുന്നു. എല്ലാം ഉദയനൂരമ്മയുടെ നിശ്ചയം. പാർവതി, ഇന്നേ അക്ഷയതൃതീയായിട്ട് ഞാൻ പാർവതിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, അല്ല, ഒരു പ്രത്യേക സമ്മാനം നൽകാൻ പോവുക. പ്രത്യേക സമ്മാനോ? അതെന്താ വിശാൽ സർ? അതൊക്കെ ഉണ്ട്, വെയിറ്റ്. പാർവതിയുടെ കയ്യില് വേറെ വളകളുണ്ടെങ്കിലും ഈ വളയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ? ഇല്ല. ഇതേ എന്റെ അമ്മ അണിഞ്ഞിരുന്ന വളയാ. ഗായത്രി അമ്മയുടെ വളയാണോ ഇത്? അതെ, ഇത് നിനക്കുള്ളതാ. നീ ഇത് അണിയണം. അയ്യോ, ഇത് ഞാൻ അണിയാനോ? അത് വേണ്ട വിശാൽ സർ. എന്തു പറ്റി? അതെന്താ പാർവതി ഇത് വേണ്ടെന്ന് പറഞ്ഞത്? ഇത് ഗായത്രി അമ്മയുടെ വളയല്ലേ? ഗായത്രി അമ്മയുടെ ഓർമ്മയല്ലേ? അത് ഞാൻ എങ്ങനെ അണിയുന്നേ? ഇതേ പാർവതി തന്നെ അണിയേണ്ടത്. പാർവതി ഇത് ധരിച്ച അമ്മയ്ക്ക് സന്തോഷമാവുള്ളൂ. അമ്മയുടെ അനുവാദം ഞാൻ വാങ്ങിയിട്ടുണ്ട്. പാർവതി ഇത് സ്വീകരിക്കണം. അല്ല സർ, ഞാൻ ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ദാ ഇത് വാങ്ങിക്ക, വാങ്ങിക്കാൻ. ദേവതേ നിന്നിലലിയുവതെന്തേ, എന്നിലെ താരകം മെല്ലെ വിടരുവതെന്തേ. മഴ പെയ്യുന്നുവോ പൊന്നാളിലെൻ അതിലാണിന്നെൻ താളഭാവം, നറുതേൻ തുള്ളിയായി പാടുന്നുവോ മധുവേറുമെൻ രാഗഭാവം, മധുവേറും എൻ രാഗഭാവം. ആർദ്രമാ ദേവതേ നിന്നിലലിയുവതെന്തേ. നാദമായൊരു ഗാനാലാപം പോൽ എന്നിലേക്കിനി എന്തിനാണിനി തീരാ മധുരം പോൽ. വിശാൽ ഉറങ്ങാതെ ഈ രാത്രിയിൽ എന്ത് ചെയ്യാ? വിശാലിനോട് എന്തെങ്കിലും സംസാരിച്ചാലോ?
ഈ നാശം പിടിച്ചവള് വന്നോ? ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ജാസ്മിൻ, നിനക്കെന്താ കിടക്കാറായില്ലേ? ഞാനേ എനിക്കിഷ്ടമുള്ളപ്പോൾ കിടന്നോളാം. അത് കഴിക്കാൻ നീ അറിയിപ്പം. ഓ, ഞാനൊന്നും ചോദിച്ചില്ലേ. ചോദിച്ചത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. നീയേ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, കേട്ടല്ലോ. ആയിക്കോട്ടെ. അല്ല, ഇനിയും ജോലി ചെയ്ത് കഴിഞ്ഞില്ലേ വിശാൽ സാർ? ആ, കഴിയുന്നു. എന്താ അത്ര തിരക്ക്? അതെ, നാളെ രാവിലെ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു പ്രസന്റേഷൻ ഉണ്ട്. അതിന്റെ പ്രിപ്പറേഷന്. എന്ന് വെച്ചാ എന്താ? എന്ന് വെച്ചാൽ പുതിയൊരു ബിസിനസ് പദ്ധതിയുടെ അവതരണം. ഓ, അപ്പോഴേ രാവിലെ തന്നെ പോകേണ്ടി വരുമോ? ആ അതെ, നേരത്തെ ഇറങ്ങണം. എന്താ? ഒന്നുമില്ല. ഇതിപ്പോഴെങ്ങാനും കഴിയുമോ വിശാൽ സാർ? കഴിഞ്ഞു. ആ, കഴിഞ്ഞോ? പാർവതി, ഇത് രണ്ടും ഭദ്രമായിട്ട് ആ കബോർഡിലേക്ക് വെച്ചേക്കാം. ശരി സാർ. വിശാൽ സാർ, ഇത് ഇവിടെ വെച്ചാൽ മതിയോ? ആ, മതി മതി. എന്നാ ഞാൻ കിടക്ക വിരിച്ചു തരട്ടെ? ആയിക്കോട്ടെ. ഇനി വിശാൽ സാർ കിടന്നോളൂ. കിടക്കാം. അതിനു മുമ്പ് പാർവതി കുറച്ചേരം ഇവിടെ ഇരിക്കാം. നമുക്ക് ഇത്തിരി കിന്നാരമൊക്കെ പറയാം. വാ, ഇരിക്ക. അയ്യടാ, പിന്നാരും പുന്നാരും ഒന്നും വേണ്ട. ഇത് കഥ പറയാനുള്ള നേരമൊന്നും അല്ല. രാവിലെ പോവേണ്ടതല്ലേ? ദേ സാർ ഇവിടെ നിന്ന് ഉറങ്ങാൻ നോക്കിയേ. പാർവതി, ഇല്ല ഇല്ല ഇല്ല, ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. സാർ കിടന്നേ. പ്ലീസ് പാർവതി. കിടക്ക് വിശാൽ സാർ. വാ. എന്തിൻ്റെ പ്രസൻറ്റേഷൻ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ? എന്ത് തന്നെ ആയാലും ഇതിന് വിശാല് കാണാൻ പോകുന്നില്ല. ഇത് കാണാത്തതിൻ്റെ പേരിൽ വിശാല് പാർവതിയെ വഴക്ക് പറയണം. എനിക്കതാ വേണ്ടത്.
മൊബൈൽ ഫോണോ? കണ്ണിന് കാഴ്ചയില്ലാത്ത ഇയാൾക്കെന്തിനാ ഫോണ്? ഈ ഫോൺ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ആരാ ഇയാൾക്ക് ഈ ഫോൺ കൊടുത്തത്? കോള് മുറിയിൽ ചെന്നിട്ട് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ തിരികെ വിളിക്കാം. മുത്തശ്ശ, ഇവിടെ ഒന്ന് നിന്നേ, ഒരു കാര്യം പറയട്ടെ. നിക്കുന്നേ, ഇങ്ങോട്ട് എടുക്കുന്നേ. ഇതെന്താ മൊബൈൽ ഫോണൊക്കെ? മുത്തശ്ശന് ആളും പേരും ഇല്ല, ഉറ്റോരും ഉടയോരും ഇല്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്? അങ്ങനെ കേൾക്കാനും കേൾപ്പോരും ഇല്ലാത്ത ഒരാൾക്ക് എന്തിനാ മൊബൈൽ ഫോണ്? ആരെ വിളിക്കാനാ? ആരോട് സംസാരിക്കാനാ ഈ ഫോണ്? പറയും മുത്തശ്ശ, ആരെ വിളിക്കാനാ ഈ ഫോണ്? അല്ല, ഏ ഞാൻ എന്ത്? എന്താ ഞാൻ ചോദിച്ചതിന് ഉത്തരവില്ലാത്ത? പറയുന്നേ. മുത്തശ്ശ എന്തിനാ ഇങ്ങനെ ഒന്ന് വിയർക്കുന്നേ? ഈ ഫോൺ എവിടെ നിന്ന് കിട്ടിയത്? ആരത് തന്നേ? മുത്തശ്ശന് ആ മൊബൈൽ കൊടുത്തത് ഞാനാ. മുത്തശ്ശനെ ഈ ഫോൺ കൊടുത്തത് ഞാനാ അങ്കിളെ. മുത്തശ്ശൻ ഒറ്റയ്ക്ക് വെറുതെ ഇവിടെ ബോറടിച്ചിരിക്കുമല്ലേ, അത് കണ്ടിട്ട് മുത്തശ്ശന് ബോറടി മാറ്റാനായി എന്തെങ്കിലും പാട്ട് കേട്ടോട്ടെ എന്ന് കരുതിയാ ഞാൻ ഈ ഫോൺ മുത്തശ്ശന് കൊടുത്തത്. അതിന് അങ്കിള് വെറുതെ മുത്തശ്ശനെ ക്രോസ് ചെയ്ത് വിഷമിപ്പിക്കണ്ട. അങ്കിള് ചെന്നേ. അത് കൊള്ളാലോ. രാവിലെ നേരത്തെ പോണോന്ന് പറഞ്ഞിട്ട് ഇപ്പഴും കിടന്നുറങ്ങുക അല്ലേ? പാർവതി, എന്താ ഇത്? എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചുണർത്തുന്നത്? ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ആഹാ, ഉറങ്ങാനോ? ദേ, ഇനി ഉറങ്ങിയാ ശരിയാവില്ല. ഇങ്ങോട്ട് എഴുന്നേക്ക്, എഴുന്നേക്കാൻ. എന്താ പാർവതി ഇത്? ഞാൻ കുറച്ചേരം കൂടെ ഉറങ്ങുമായിരുന്നല്ലോ. അപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞൊന്നും സാറിന് ഓർമ്മയില്ല? ഇന്ന് രാവിലെ എന്തോ അവതരണോ മറ്റെന്തോ ഉണ്ട്, അതുകൊണ്ട് രാവിലെ നേരത്തെ ഓഫീസിൽ പോണോന്ന് എന്നോട് പറഞ്ഞതല്ലേ? അയ്യോ, അത് ശരിയാണല്ലോ. സമയം ഇത്രയൊക്കെയായോ? പാർവതി, നീ ഇപ്പൊ വിളിച്ചത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആയേനെ. ഞാനേ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ചെല്ല്. പാർവതി. ആ, എന്താ വിശാൽ സാർ? പാർവതി, പാർവതി. അതെ, ആ ടവല് നിർത്തിയോ? ആ